ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ലേ? ഇതുമല്ലെങ്കിൽ ഒരേ സമയം മനസ്സൊരായിരം ദിശകളിലേക്ക് പോകുന്നുണ്ടോ? അത് ഡിസ്ട്രാക്ഷൻ ആവണമെന്നില്ല. ഇറ്റ് കുഡ് ബി ADHD. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ, എന്താണ് ADHD? എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ. ADHD ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ അല്ലേ? ഓക്കെ, ഈ വേർഡിനെ നമുക്കൊന്ന് സെഗ്രിഗേറ്റ് ചെയ്യാം. ന്യൂറോ മീൻസ് ബ്രെയിൻ, ഡെവലപ്മെൻറ്റൽ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓവർ ടൈം അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് അനുസരിച്ച് ബ്രെയിനിനുണ്ടാകുന്ന ചേഞ്ചസിനെ, അപ്പോൾ ആ ചേഞ്ചസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറി. ആ കാറ്റഗറിയിലെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ് ADHD. ഓക്കെ, ADHD മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അറ്റൻഷനെ അഫക്റ്റ് ചെയ്യാം, പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യാം, മെമ്മറിയെ അഫക്റ്റ് ചെയ്യാം, സോഷ്യൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, നിങ്ങൾക്ക് ഗസ് ചെയ്യാം, മൊമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കോർഡിനേഷനെ അഫക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും. പക്ഷേ അഡൽഹുഡ് വേറെ ഉണ്ടാവും. ADHD ഉള്ളവർക്ക് പ്രൈമറിലി 3 തരത്തിലാണ് സിംറ്റംസ് കാണിക്കുക: ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷനിലുണ്ടാകുന്ന ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡിക്രീസാണ്. പക്ഷേ എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി? അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് എനർജി ആയിരിക്കാം, ആ ഒരു ഫോമിലും നമുക്കതിനെ കാണാം. ഇല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കാം. പക്ഷേ ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നതിനെ ഈസി ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല ADHD മെയിൻലി 3 ടൈപ്പാണുള്ളത്. ഇൻഅറ്റൻറ്റീവ് ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, കമ്പൈൻഡ് ടൈപ്പ് ഉണ്ട്. ഇൻഅറ്റൻറ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ പ്രൈമറിലി ഡെഫിസിറ്റ്സ് ഉണ്ടാവുക അറ്റൻഷനായിരിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി വരുമ്പോൾ അവിടെ അറ്റൻഷന് കാര്യമായിട്ടുള്ള ഡെഫിസിറ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, തേർഡ് ടൈപ്പിൽ ഇത് രണ്ടും ഉണ്ടാവാം. പിന്നെ ADHDയിൽ വരുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള സിംറ്റമാണ് ഒരിടത്തവർക്ക് സ്റ്റില്ലായിട്ട് ഇരിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര മാനേജ് ചെയ്യാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്തൊരു സിംറ്റം കൂടിയാണ്. അവർക്ക് എപ്പോഴും റാൻഡം ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, ബോഡി മൂവ്മെൻറ്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അത് ഗോൾ ഡയറക്റ്റഡ് ആവണമെന്ന് അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. പക്ഷേ പർപ്പസ് ഇല്ലാണ്ട് ചെയ്യുന്ന ഏത് തരത്തിലുള്ള മൊമെൻറ്റ്സും ആവാം. ചിലപ്പോൾ അവരുടെ സംസാര രീതികൾ പോലും അങ്ങനെ ആവാറുണ്ട്. പിന്നീട് അവരെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആരംഭിച്ചാൽ അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. റിസർച്ച് പറയുന്നത് ഇവർ ആരംഭിച്ച പ്രൊജക്റ്റ് ചെയ്തു തീർക്കുന്നത് ഒരു 10-15% ADHD ഉള്ളവർ മാത്രമാണ് എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ മാനിഫെസ്റ്റേഷനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചിൽഡ്രനിൽ ഇതൊരു ഡേ ഡ്രീമിങ് പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ടിനെ പോലെയൊക്കെ തോന്നാം. പക്ഷേ അഡൾട്ട്സിൽ എങ്ങനെയായിരിക്കും തോന്നും? പ്രോക്രാസ്റ്റിനേഷനായിട്ട് തോന്നും, അല്ലെങ്കിൽ ബേൺ ഔട്ടായിട്ട് തോന്നും, ഇമോഷണൽ ബേൺ ഔട്ട്, അല്ലെങ്കിൽ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാം ആ ഒരു ഡിസോർഡറിൻ്റെ സിംറ്റംസാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡറിൻ്റെ സ്ട്രെങ്താണ്. ഏതൊരു ഡിസോർഡറിനെയും ഡെലിനേറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സിംറ്റംസ്. ADHDയിലെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും ഒന്നാലോചിച്ച് നോക്കും. യെസ്, കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും എത്ര പ്രയർ ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും അവർക്ക് അതിൽ പോലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പിന്നെയാണ് ഡെയിലി കോഴ്സ്. അതായത് ഒരാളെ തിരിച്ചു വിളിക്കാനുണ്ടെങ്കിൽ അവർ മറന്നു പോകും, വീടിൻ്റെ താക്കോൽ അവർ മറന്നു പോകും. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈൻ അവർ മറന്നു പോകും. പക്ഷേ ഇതൊന്നും അവർ വേണം എന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യുന്നതല്ല. അവരുടെ ഈ ഒരു കണ്ടീഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്
ഇതൊക്കെ മാത്രമല്ല അവരുടെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര പോറായിരിക്കും. പിന്നെ അവരൊരു കോൺവെർസേഷനിലേക്ക് ഇടിച്ച് കയറി ആണ് വരിക. അല്ലാതെ ഏതൊരു ഡിസോർഡറിനെയും ഡെലിനേറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സിംറ്റംസ്. ADHDയിലെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും ഒന്നാലോചിച്ച് നോക്കും. യെസ്, കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും എത്ര പ്രയർ ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും അവർക്ക് അതിൽ പോലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പിന്നെയാണ് ഡെയിലി കോഴ്സ്. അതായത് ഒരാളെ തിരിച്ചു വിളിക്കാനുണ്ടെങ്കിൽ അവർ മറന്നു പോകും. വീടിൻ്റെ താക്കോല് അവർ മറന്നു പോകും. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈൻ അവർ മറന്നു പോകും. പക്ഷെ ഇതൊന്നും അവർ വേണം എന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യുന്നതല്ല. അവരുടെ ഈ ഒരു കണ്ടീഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ. മാത്രമല്ല അവരുടെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര പോറായിരിക്കും. പിന്നെ അവരൊരു കോൺവെർസേഷനിലേക്ക് ഇടിച്ച് കയറി ആണ് വരിക. അല്ലാതെ അവരുടെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ADHDയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ADHD ബാഡ് പേരൻറ്റിങ് മൂലമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോ? അല്ല, ADHD ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അല്ലാതെ അതൊരിക്കലും ഒരു ഡിസിപ്ലിൻ പ്രോബ്ലം അല്ല. രണ്ടാമത്തതാണ് ADHD ഉള്ളവർ ഭയങ്കര ലേസിയാണ്. ആണോ? ഒരിക്കലുമല്ല. എനിക്കറിയാവുന്ന ADHD ഉള്ള ഇൻഡിവിജ്വൽസ് അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഇരട്ടി വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. മൂന്നാമത്തതാണ് ADHD കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. 60% ഡയഗ്നോസ് ചെയ്യുന്ന ഈ ADHD ഉള്ള കുട്ടികൾക്കും വളർന്നു വരുമ്പോൾ സെയിം സിംറ്റംസ് അല്ലെങ്കിൽ ഇതേ മാനിഫെസ്റ്റേഷൻസ് കാണപ്പെടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ADHD അഫക്ട്സ് അവർ ഡെയിലി ലൈഫ്. എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിനെ ADHD ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ്? മെൻ്റൽ ഹെൽത്തിനെ, റിലേഷൻഷിപ്പിനെ, അക്കാഡമിക്സിനെ, വർക്ക് ലൈഫിനെ. ഓക്കെ, അക്കാഡമിക്സിനെ എങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്യാം? അറ്റൻറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ പുവറായിട്ടുള്ള അക്കാഡമിക് റിസൾട്ട് അവർക്കുണ്ടാവും. അങ്ങനെ അവരുടെ അക്കാഡമിക്സിൽ മറ്റ് പല ഇഷ്യൂസും കോൺസിക്വൻ്റ്ലി വരാൻ ഇടയുണ്ട്. നെക്സ്റ്റ്, വർക്ക് ലൈഫ്. അവർക്ക് ഡിസോർഗനൈസേഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒട്ടും ഫോക്കസ് ഉണ്ടാവില്ല, ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അതവർ മറന്നു പോകും. അവരുടെ ഡ്യൂട്ടീസ് പലപ്പോഴും അവരുടെ ദിനചര്യ പോലും അവർ മറന്നു പോകുന്നതായി കാണാറുണ്ട്. പിന്നീടാണ് സോഷ്യൽ ലൈഫ്. അവരുടെ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇമോഷണലായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഓൾമോസ്റ്റ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ കൺസിസ്റ്റൻസ് ആയിട്ടുള്ള പാറ്റേൺസ് അതിൽ ഉണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്. ഇവർ ആങ്സൈറ്റിക്കോ ഡിപ്രഷൻസോ അതുപോലുള്ള കണ്ടീഷൻസിലേക്ക് ഭയങ്കര വൾണറബിളാണ്. അതിലേക്ക് അവർക്ക് ഈസി ആയിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം ഭയങ്കര കുറവായിരിക്കും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഹൈലി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെൽഫ് എസ്റ്റീമിൽ ഡ്രാമാറ്റിക്കലി ഡിക്രീസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യാം. ഇനിയാണ് മാനേജ്മെൻറ്റ്. എങ്ങനെയായിരിക്കും നമ്മൾ ADHD മാനേജ് ചെയ്യുക? ഇപ്പോൾ പറഞ്ഞ സിംറ്റംസ് വെച്ച് നമുക്ക് അതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. ബിഹേവിയറൽ തെറാപ്പി ഒരു ഫാക്ടറാണ്, മെയിൻ ഫാക്ടറാണ് ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ. മെഡിക്കേഷൻ, പിന്നെ റൂട്ടീൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അവർക്ക് അറ്റൻഷൻ കുറവുള്ളതുകൊണ്ട്, മെമ്മറിയിൽ ഡെഫിസിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ബോൾസിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്, ടു ഡു ലിസ്റ്റ്, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കുറച്ച് ഡിസോർഗനൈസേഷൻസ് മാറ്റാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെയാണ് മൈൻഡ്ഫുൾനെസ്, മൊമെൻറ്റ്. ഓക്കെ, നമ്മൾ ADHDയുടെ ഡയഗ്നോസിസും മാനേജ്മെൻറ്റും വരെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതുവരെ ആരാണ് ഫസ്റ്റ് ADHD ഡയഗ്നോസ് ചെയ്തത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ADHDയുടെ ഹിസ്റ്ററിയിലേക്ക് പോകാം. 1798 സർ അലക്സാണ്ടർ ക്രൈറ്റനാണ്
ആദ്യമായിട്ട് ADHD ഒബ്സർവ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരിക്കലും ഒരു മോറൽ ഫെയിലിംഗ് അല്ല, പകരം ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം കണ്ടെത്തിയതും നമ്മളിന്ന് പറയുന്ന സെയിം സിംറ്റംസ് ആയിരുന്നു. ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ തന്നെയായിരുന്നു. സർ അലക്സാണ്ടറിൻ്റെ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ മാത്രമായിരുന്നു. പക്ഷേ അതൊരു ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നത് സർ ജോർജ് സ്റ്റില്ലാണ്. അദ്ദേഹം 1902 ഇതുപോലെ ഫസ്റ്റ് ഒരു ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡയഗ്നോസ് എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതൊരു മോറൽ ഫെയിലിംഗ് ആണ് എന്നാണ്, ബ്രെയിൻ ബേസ്ഡ് ആണ് എന്നല്ല. ഈ കുട്ടികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാം എങ്കിലും അവർ തെറ്റ് ചൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ മോറൽസിൻ്റെ ബേസിൽ വന്ന ഒരു കണ്ടീഷനാണ് ഇത് എന്ന് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. 1920 മുതൽ 1940 വരെ എൻസെഫലൈറ്റിസ് ഭയങ്കര പ്രോമിനൻ്റ് ആയിരുന്നു. അന്ന് എൻസെഫലൈറ്റിസ് ഉള്ള കുട്ടികൾ ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി ഇതുപോലുള്ള സിംറ്റംസ് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഡിസോർഡറിനെ പോസ്റ്റ് എൻസെഫലൈറ്റിക് ബിഹേവിയറൽ ഡിസോർഡർ എന്ന് വിളിച്ചു. പിന്നീട് 1930s കാലഘട്ടം എത്തിയപ്പോഴത്തേക്ക്, ഏതാണ്ട് ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഇതിനെ മിനിമൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ എന്നും വിളിച്ചു. ലെറ്റ്സ് കൺക്ലൂഡ്. ADHD ഒരു ഇംപെർഫെക്ഷൻ അല്ല, ലേസിനെസ്സുമല്ല, കെയർലെസ്നെസ് ഒട്ടുമല്ല. യുണീക്ക് സ്ട്രെങ്ത്തും ക്രിയേറ്റിവിറ്റിയും എനർജിയും കൂടെ ചേർന്ന് വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം ശൈലിയാണെന്ന് മാത്രം. ADHD ഉള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിലും അവർ ബ്രോക്കൺ അല്ല. ദേ ആർ ജസ്റ്റ് വയർഡ് ഡിഫറെൻ്റ്ലി. റൈറ്റ് സപ്പോർട്ട്, സ്ട്രക്ചർ, അണ്ടർസ്റ്റാൻഡിങ്, ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ ത്രൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാൻ സാധിക്കും. നമ്മളുടെ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഫൈറ്റ് ചെയ്യാനല്ല. നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.